ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ നേടി മൂന്നാം വട്ടം അധികാരത്തിലെത്താനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോഹത്തിന് തിരിച്ചടി. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ നിഷ്ഫലമാക്കി ഇന്ത്യാ സഖ്യം വൻ കുതിപ്പ് നടത്തിയതോടെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ ബിജെപി കിതപ്പിലാണ്. 240-നടുത്ത് സീറ്റുകളിൽ മാത്രമാണ് ബിജെപിക്ക് ലീഡുള്ളത്. 543 ലോക്സഭയിൽ 272 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയാണ് ഒന്നും രണ്ടും മോദി സർക്കാരുകൾ അധികാരത്തിലേറിയത്. എന്നാൽ ഇത്തവണ 400 കടക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തി നേരിട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബിജെപിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരിടുന്നത്. 2014-ൽ 282 സീറ്റുകളും ബിജെപിക്ക് മാത്രവും എൻഡിഎക്ക് 336 സീറ്റുകളും ലഭിച്ചിരുന്നു. 2019-ൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് 303 സീറ്റുകൾ നേടുകയും എൻഡിഎക്ക് 353 സീറ്റുകളും ലഭിച്ചിരുന്നു. ഈ കുതിപ്പിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി ഇത്തവണ 400 കടക്കുമെന്ന് അവകാശപ്പെട്ടിരുന്നത്. ബിജെപി 400 സീറ്റ് ലക്ഷ്യമിടുന്നത് ജനാധിപത്യം തകർത്ത് ഏകാധിപത്യം അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന ഇന്ത്യ സഖ്യമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രചാരണം ഫലം കണ്ടുവെന്നാണ് വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വ്യക്തമാക്കുന്നത്. 400 സീറ്റ് ലഭിച്ചാൽ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന ചില ബിജെപി നേതാക്കളുടെ പ്രസ്താവനയും പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് ബിജെപി വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഭരണഘടന ഉയർത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രചാരണം.